നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീട് സ്ഥലം സുധിക്ക് കൊടുക്കാനല്ലേ നീ പറയത്തുള്ളൂ. ഇപ്പൊ സുധി ഇല്ലല്ലോ. സുധിയില്ല, എന്നാലും സുധിയുടെ ഭാര്യയുണ്ടല്ലോ. സുധിക്ക് അവകാശപ്പെട്ടതൊക്കെ ദേവികമോക്കും അവകാശപ്പെട്ടതാ. ഞാൻ ആരോടും ഒരു അനീതിയും കാണിക്കത്തില്ല. നിയമപരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും. എടാ, സ്വത്ത് കിട്ടി കഴിയുമ്പോ അവള് വേറെ കല്യാണം കഴിച്ചങ്ങ് പോയാലോ? കഴിച്ചോട്ടെ അമ്മേ, അതിനുള്ള സ്വാതന്ത്ര്യം ദേവിയമ്മക്കുണ്ടല്ലോ. ഇല്ല, മനോഹരേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ഇതേ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കിയത്. ഇത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ഭൂലോക മണ്ടന. ആ, നീ നശിച്ചു പോവേ ഉള്ളൂ. അച്ഛന് ശപിക്കൊന്നും വേണ്ട മുത്തശ്ശി. അച്ഛനുണ്ടാക്കിയ സ്വത്തല്ലേ എല്ലാം. അത് ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ടെ, എനിക്ക് ഒരു എതിർപ്പും ഇല്ല. അതിലൊരു നീതികേടുണ്ടല്ലോ നിത്യക്കുട്ടി. ഈ വീടും പറമ്പും നിത്യക്കുട്ടി കൂടെ അവകാശപ്പെട്ടല്ലേ? ഇതിന്റെ ഓഹരി വേണോന്ന് ശരത്തേട്ടനുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെന്തിനാ കണക്ക് പറയുന്നത്? മുത്തശ്ശിയുടെ പേരിൽ കിടക്കുന്ന സ്ഥലത്ത് ശരത്തേട്ടനൊരു വീട് വെച്ചാ പോരെ? അല്ലെങ്കിലേ നമ്മുടെ ആ വില്ല ഉണ്ടല്ലോ, നമുക്ക് അവിടെ താമസിക്കാമല്ലോ. ആ, അതൊരു നല്ല വഴിയാ മോനെ. അതെ അതെ, പക്ഷേ ആ സ്ഥലം പണയത്തിലിരിക്കുവാന്നല്ലോ. അതെടുക്കാമല്ലോ. കടം തീർത്ത് ആധാരം തിരിച്ചെടുക്കാന്നാണല്ലോ മോൻ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. മുത്തശ്ശിയുടെ സ്ഥലം നിത്യമോക്ക്. അവിടെ വീട് വെക്കുവോ വെക്കാതിരിക്കുവോ എന്ത് വേണേലും അയക്കൂ. എനിക്ക് ഒരു എതിർപ്പുമില്ല. ഇനി എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാലോ. എന്നോട് എന്റെ മകളോടും കാണിക്കുന്ന ഈ അന്യായം ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഓ, ആയിക്കോട്ടെ, സ്വാമി ശരണം. എന്തിനാച്ചാ അവരൊക്കെ വിഷമിപ്പിക്കുന്ന? എനിക്ക് സ്വത്തിന്റെ ഒന്നും ആവശ്യമില്ല. മൂക്ക് വേണ്ടായിരിക്കും, പക്ഷേ എൻ്റെ സുതിമോന് വേണം. അവൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് മോളാ. അച്ഛനെന്തെങ്കിലും പറ്റിയ എല്ലാവരും കൂടെ മോളെ പിച്ച് കീറും. കയറി കിടക്കാൻ ഒരിടം അത് മോക്കുണ്ടായേ പറ്റൂ. അത് വേണ്ടെന്ന് പറയരുത്. എന്തുപറ്റി? പഞ്ചറായെന്നൊരു സംശയമുണ്ട്. എയറില്ല, പഞ്ചറായെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? സ്റ്റെപ്പിനിയുണ്ട്. വല്ല മൊബൈൽ പഞ്ചറും കിട്ടുമോ നോക്കാം. അവരൊന്ന് പെട്ടെന്ന് പണി കഴിയും.
വിശാൽ വിശാൽ എന്തു പറ്റി വിശാൽ? ഏയ് ചെറിയൊരു പെയിൻ പോലെ. അറിയോ ഓക്കെ? വിശാൽ ഓക്കെ അല്ലേ? മോളെ ആ വെള്ളം ഇങ്ങോട്ടേ. വിശാൽ ഓക്കെ അല്ലേ? കുടിക്കങ്ങളെ. അങ്കിൾ ഓക്കെയാ? ഓക്കെ. ആരാ അവര്? അറിയില്ല. വിശാല് കണ്ടതുകൊണ്ടാ മോളെ രക്ഷിക്കാൻ പറ്റിയത്. ടയർ പഞ്ചറായി പോയില്ലേ? അല്ലെങ്കിൽ ചേസ് പിടിക്കായിരുന്നു. ആർക്കാ സുധിമോളോട് ഇത്രയും പക? അറിയില്ല ഡോക്ടർ. ഇത് മോളോടുള്ള പകയാണോ അതോ മറ്റു വല്ലവരോടുള്ള പകയാണോന്ന് അറിയില്ല. എന്തായാലും സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകട. വാ. സിദ്ധു ഭീഷണിയേറ്റു. കാണാതായ ആള് തിരിച്ചു വന്നു. ആശ്വാസം. അപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ മോനെ? തൽക്കാലം ഇല്ല. ഇനി വഴക്കൊന്നുമില്ലാതെ പോകാൻ നോക്ക് കേട്ടോ. അച്ഛാ, ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? താഴാവുന്നതിന്റെ പരമാവധി ഞാൻ താഴ്ന്നതാ. എന്നിട്ടും യുദ്ധത്തിന് വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒത്തുതീർപ്പുകളുടെ കല, അതാണല്ലോ ജീവിതം. ആ വിചാരം എനിക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളുടെ കൂടിയാ ഞാൻ കഴിയുന്നത്. ലിവിങ് വിത്ത് ആൻ എനിമി. അതാണിപ്പോ എന്റെ അവസ്ഥ. എല്ലാം ശരിയാവും മോനെ.